പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇറാനുമായി ഇന്ത്യ പങ്കിടുന്ന സുഹൃത്ത് ബന്ധത്തിന് കോട്ടം തട്ടുന്ന നിലപാട് ഇന്ത്യ സ്വീകരിക്കുമോ എന്നതും ചോദ്യചിഹ്നമായി നിഴലിക്കുകയാണ്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇറാന്റെ വ്യോമ അതിർത്തി ഇന്ത്യക്ക് മാത്രമായി തുറന്നു നൽകിയിരിക്കുന്നു. അതിനുശേഷമാണ് അമേരിക്ക ഇറാനു നേരെ ആക്രമണം അഴിച്ചുവിട്ടതും. ഈ അവസരത്തിൽ പോലും ഇറാൻ ആദ്യം വിളിച്ച രാജ്യങ്ങളിൽ ഇന്ത്യ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഈ സംഭവ വികാസങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ അടിവരയിടുന്നു. എന്നാൽ ഇറാനുമായും ഇസ്രായേലുമായുള്ള ഈ ഒരു സന്തുലിത നയത്തിൽ ഇന്ത്യയെ ബുദ്ധിമുട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. കാശ്മീർ വിഷയത്തിൽ പോലും ന്യൂനപക്ഷങ്ങളോടുള്ള പെരുമാറ്റത്തിലും ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിക്ക് ഇടയ്ക്കിടെ ഇന്ത്യയെ വിമർശിച്ചിട്ട് പോലും അല്ലെങ്കിൽ അടിക്കടി വിമർശിച്ചിട്ട് പോലും ഇത് സംഭവിക്കുകയാണ്. എന്നിരുന്നാലും ഇറാൻ ഒരിക്കലും ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുമില്ല. ഇറാനിൽ പ്രത്യേകിച്ച് ചഹബാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ആ ഒരു പദ്ധതിയിൽ ഇന്ത്യക്ക് നിർണായക പങ്കാണുള്ളത്. അഫ്ഗാനിസ്ഥാനുമായും അതുപോലെ പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന രാജ്യത്തെ ആ ഒരു മേഖലയിലെ ഒരു പ്രധാന പങ്കാളിയായി അവർ കണക്കാക്കുന്നു. ഇറാനെതിരായ അമേരിക്കയുടെ ഉപരോധങ്ങൾ പോലും ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും US ഉപരോധങ്ങളെ തുടർന്നുകൊണ്ട് ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ നിർത്തിവെച്ചിരുന്നു. ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി റഷ്യയെ ആശ്രയിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള കണക്ടിവിറ്റി ആ ഒരു സംരംഭങ്ങളാണ് അവരുടെ ബന്ധത്തിന്റെ അടിത്തറയായി മാറപ്പെടുന്നത്. ഇന്ത്യയുടെ കണക്ടിവിറ്റി പദ്ധതികൾക്കും യുദ്ധപ്രിയനായ ചൈനയെ നേടുന്നതിൽ മധ്യ ഏഷ്യയിൽ അതിന്റെ ഭൗമരാഷ്ട്രീയ സ്വാധീനം വികസിപ്പിക്കുന്നതിനും ചഹബാർ തുറമുഖം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കും ഒരു ബദൽ പാത വാഗ്ദാനം ചെയ്യുന്നതിന് പുറമെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അതിനുവേണ്ടി പാകിസ്ഥാന്റെ ഗദ്വാർ തുറമുഖത്തിനും എതിരായി ചഹബാർ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ 10 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ച വികസനത്തിനായി തുറമുഖം ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോർഡിനേറ്ററുമായും ബന്ധിപ്പിക്കപ്പെടുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയെ യൂറോപ്പുമായി കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% വരുന്ന ഹോർമൂസ് കടലിടുക്കിന് അടുത്തുള്ള തുറമുഖത്തിന്റെ അനുകൂല സ്ഥാനം അതിന്റെ തന്ത്രപരമായ മൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഇന്ത്യയുമായി ദീർഘകാല സുഹൃത്തുക്കളാണെങ്കിൽ പോലും സാംസ്കാരികവും അതുപോലെ നാഗരികവുമായ ആഴത്തിലുള്ള ബന്ധങ്ങളാൽ ബന്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഇസ്രായേലുമായുള്ള ബന്ധം പ്രത്യേകിച്ച് പ്രതിരോധത്തിലും സാങ്കേതിക വിദ്യയിലും ശക്തിപ്പെടുന്നു. അങ്ങനെ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സമയത്ത് ഇന്ത്യ ഒരു പക്ഷം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതുപോലെ സംവാദവും നയതന്ത്രവും എന്ന മന്ത്രത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ആ നിർണായക ഘട്ടത്തിൽ ഇറാനിൽ നിന്ന് ഉറച്ച പിന്തുണ ഇന്ത്യക്ക് എന്നിരുന്നാലും ഇറാന്റെ സഹായം ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. 2023 ഇറാനിലെ മനുഷ്യാവകാശ സാഹചര്യത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്ത 30 രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷവും അതായത് കഴിഞ്ഞ 2 വർഷത്തിന് മുൻപേ 22-കാരിയായ മെഹ്സ അമീന ഇറാനിലെ മതകാര്യ പോലീസിന്റെ കസ്റ്റഡിയിൽ മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറാനിൽ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുന്നതിനായി ഒരു വസ്തുതാന്വേഷണ ദൗത്യം രൂപീകരിക്കാനുള്ള UNHRC പ്രമേയത്തിലാകട്ടെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല 1994 കാശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയെ വിമർശിക്കുന്ന പ്രമേയം തടയാൻ ഇറാൻ സഹായിച്ചു എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.